ശിവോഹത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃത, ത്രേത, ദ്വാപര, കലിയുഗങ്ങളെപ്പറ്റിയും അതിൻ്റെ കാലദൈർഘ്യത്തെക്കുറിച്ചും അതുവെച്ച് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നും മുമ്പുള്ള എപ്പിസോഡിൽ പറഞ്ഞതാണ്. ഇനി പറയാൻ പോകുന്നത് ഓരോ യുഗങ്ങളിലും മനുഷ്യർ ജീവിതത്തിൽ പാലിക്കേണ്ട മുഖ്യ ധർമ്മങ്ങളെപ്പറ്റിയാണ്. ഓരോ യുഗത്തിലും പാലിക്കേണ്ട ധർമ്മങ്ങളെപ്പറ്റി മനുസ്മൃതിയിൽ കൃത്യമായി പ്രതിപാദിച്ചിട്ടുണ്ട്. വൃഷോഹി ഭഗവാൻ ധർമ്മ എന്നുവെച്ചാൽ സർവശക്തമായ ധർമ്മം വൃഷമാകുന്നു. വൃഷം എന്ന വാക്കുകൊണ്ട് കാള എന്നാണ് അർത്ഥമാക്കിയിരിക്കുന്നത്. കാളയ്ക്ക് 4 കാലുകൾ ഉള്ളതുപോലെ ധർമ്മത്തിനും 4 കാലുകൾ അഥവാ പാദങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അത് യഥാക്രമം തപസ്, ജ്ഞാനം, യജ്ഞം, ദാനം എന്നിങ്ങനെയാണ്. അതാത് യുഗങ്ങളിൽ അനുഷ്ഠിച്ചാൽ മാത്രം ഫലം കിട്ടുന്നവയാണ് ഈ 4 ധർമ്മപാദങ്ങൾ. കൃതയുഗത്തിൽ മാത്രമേ ഈ പറഞ്ഞ 4ഉം അനുഷ്ഠിക്കാൻ കഴിയൂ എന്നാണ് മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് വ്യക്തമായ കാരണവുമുണ്ട്. കൃതയുഗത്തിൽ സത്യവും ധർമ്മവും വിട്ട് ആർക്കും ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ കൃതയുഗത്തെ സത്യയുഗം എന്നും വിളിക്കുന്നത്. നമുക്ക് കൃതയുഗത്തെപ്പറ്റി ഒന്ന് ആഴത്തിലറിഞ്ഞാലോ? ചതുർയുഗങ്ങളിൽ ആദ്യത്തേതാണ് കൃതയുഗം. 17,28,000 മനുഷ്യവർഷങ്ങൾ അഥവാ 4,800 ദേവന്മാരുടെ വർഷങ്ങൾ. അതാണ് കൃതയുഗത്തിൻ്റെ കാലയളവ്. ഹൈന്ദവ വിശ്വാസമനുസരിച്ച് മഹാവിഷ്ണുവിൻ്റെ 4 അവതാരങ്ങൾ ഈ യുഗത്തിലായിരുന്നു. അത് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം എന്നിങ്ങനെയാണ്. കൃതയുഗം ആരംഭിച്ചത് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ തൃതീയ നാളിലായിരുന്നു. ഈ ദിവസമാണ് നമ്മൾ അക്ഷയ തൃതീയ ആഘോഷിക്കുന്നതും. യുഗപ്പിറവി ദിനമായി സ്വർണം വാങ്ങി ആഘോഷിക്കുന്നതിൻ്റെയും പൊരുൾ ഇതാണ്. കൃതയുഗം സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും യുഗമാണ്. സത്യം മറന്ന് ഒന്നും ചെയ്യാത്ത ഒരു മനുഷ്യയുഗം. അധർമ്മത്താൽ അക്കാലത്തെ മനുഷ്യർക്ക് ധനമോ മറ്റ് സമ്പാദ്യങ്ങളോ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, കൃതയുഗത്തിൽ ശാസ്ത്രവിധികളെ അതിക്രമിച്ച് ആരും തന്നെ പണമോ വിദ്യയോ ഒന്നും തന്നെ നേടിയിരുന്നില്ല. അധർമ്മം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് രോഗങ്ങളും ഉണ്ടായിരുന്നില്ല. ധർമ്മത്തിന് വിപരീതമായ കാമമോഹം ഇല്ലാത്തതിനാൽ അവരെപ്പോഴും 100% കാമസന്തുഷ്ടരായിരിക്കും. കൃതയുഗത്തിൽ പാലിച്ചിരുന്ന മുഖ്യധർമ്മം തപസ്സാണ് എന്നാണ് മനുസ്മൃതി പറയുന്നത്. അധർമ്മവും അതിധനമോഹവും ഇല്ലാത്തതുകൊണ്ട് തന്നെ കൃതയുഗത്തിൽ ജീവിച്ചിരുന്നവർ തപസ് ചെയ്യുന്നത് മുഖ്യമായി കണ്ടിരിക്കാം. സത്യധർമ്മബോധം അതിൻ്റെ നേർവഴിയിലൂടെ പാലിക്കുന്ന ഇവരിൽ തപസ്സനുഷ്ഠിക്കുന്ന ജനങ്ങൾക്ക് 400-ൽ കൂടുതൽ വർഷം ആയുസ്സുണ്ടായിരുന്നു. ഇത് പുരാണങ്ങളിലും കാണാം. കൃതയുഗത്തിലെ മുഖ്യധർമ്മം തപസ്സാണെന്ന് പറഞ്ഞു. ഇനി അടുത്ത യുഗമായ ത്രേതായുഗത്തിലേക്ക് കടക്കാം. ചതുർയുഗങ്ങളിൽ 2ാമത്തെ യുഗമാണ് ത്രേതായുഗം. മഹാവിഷ്ണുവിൻ്റെ 3 അവതാരങ്ങളായ വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ എന്നിവർ അവതരിച്ചത് ത്രേതായുഗത്തിലാണെന്ന് കണക്കാക്കപ്പെടുന്നു. 12,96,000 മനുഷ്യവർഷങ്ങൾ അഥവാ 3,600 ദേവന്മാരുടെ വർഷങ്ങൾ. അതാണ് ത്രേതായുഗത്തിൻ്റെ കാലയളവ്. പുരുഷനിൽ യൗവനം എപ്രകാരമാണോ അപ്രകാരമാണ് ലോകത്തിൽ ത്രേതായുഗം എന്ന് പറയുന്നു. കൃതയുഗം ബാല്യവും ദ്വാപരം അതിൻ്റെ വാർദ്ധക്യവും പിന്നെ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന കലിയുഗം രോഗാവസ്ഥയായും പറയുന്നു. രോഗം പിടിച്ച് അവസാനിക്കാറായ അവസ്ഥയിലാണ് നമ്മൾ എന്ന് ചുരുക്കം. കൃതയുഗത്തിൽ നിന്നും ത്രേതായുഗത്തിലേക്ക് കടക്കുമ്പോൾ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും വഴിയിൽ നിന്നും മനുഷ്യർ മെല്ലെ വഞ്ചനയുടെയും മോഷണത്തിൻ്റെയും അധർമ്മത്തിലേക്ക് തെന്നിപ്പോകുന്നതായി കാണാം. സ്വാഭാവികമായും അതിനൊരു ഫലമുണ്ടാകുമല്ലോ. ആ ഫലമാണ് ഓരോ യുഗം കഴിയും തോറും മനുഷ്യായുസ് 100 വർഷം വെച്ച് കുറയാൻ തുടങ്ങിയത്. കൃതയുഗത്തിൽ 400 വർഷം വരെ ആയുസ്സുണ്ടെങ്കിൽ ത്രേതായുഗത്തിൽ അത് 300ആയി കുറയുന്നു. ത്രേതായുഗത്തിൽ അനുഷ്ഠിക്കേണ്ട മുഖ്യധർമ്മം ജ്ഞാനമാണ്. അനന്തമായ ജ്ഞാനം നേടുക എന്നതാണ് അധർമ്മത്തിൽ കാലെടുത്ത് വയ്ക്കുന്ന ത്രേതായുഗത്തിന് അനുഷ്ഠിക്കേണ്ടിയിരുന്നത്.
സത്യസന്ധരും ധർമ്മിഷ്ഠരുമായ കൃതയുഗത്തിലെ മനുഷ്യന്മാർ ജ്ഞാനികളായിരുന്നു. ത്രേതായുഗത്തിലെത്തുമ്പോൾ ഈ പറഞ്ഞ ജ്ഞാനം കുറഞ്ഞു വന്നു. അധർമ്മം ചെയ്യുന്നത് കൂടാൻ തുടങ്ങി. ഒരു ജ്ഞാനിക്ക് അധർമ്മം ചെയ്യാനാവില്ല എന്നതാകാം ത്രേതായുഗത്തിന് ജ്ഞാനം നേടുക എന്നത് മുഖ്യധർമ്മമായി വന്നിട്ടുണ്ടാവുക. ചതുർയുഗങ്ങളിൽ മൂന്നാമത്തെ യുഗമാണ് ദ്വാപരയുഗം. മഹാവിഷ്ണുവിൻ്റെ 2 അവതാരങ്ങളാണ് ദ്വാപരയുഗത്തിലുണ്ടായിരുന്നത്. ഈ പറഞ്ഞ അവതാരങ്ങൾ ബലരാമനും ശ്രീകൃഷ്ണനുമാണ്. 8,64,000 മനുഷ്യവർഷങ്ങൾ അഥവാ 2400 ദേവവർഷങ്ങളാണ് ഈ യുഗത്തിൻ്റെ കാലയളവ്. ദ്വാപരയുഗത്തിൽ നീതിന്യായങ്ങൾ കുറയുകയും അധർമ്മം കൂടി വരികയും ചെയ്തു. മനുഷ്യർക്ക് രോഗങ്ങളും കഷ്ടതകളും ത്രേതായുഗങ്ങളെക്കാൾ വളരെയധികം കൂടുതലായിരുന്നു. ധനലാഭത്തിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു അക്കാലത്തെ മനുഷ്യർ. മനുഷ്യായുസ് കൃതയുഗത്തിൽ 400-ഉം ത്രേതായുഗത്തിൽ 300-ഉം ദ്വാപരയുഗത്തിലെത്തുമ്പോൾ 200-ഉമായി കുറഞ്ഞു വന്നു. കൃതയുഗത്തിൽ തപസ്, ത്രേതായുഗത്തിൽ ജ്ഞാനം. അപ്പോൾ മൂന്നാമത്തെ യുഗമായ ദ്വാപരയുഗത്തിൽ എന്തായിരിക്കും മുഖ്യധർമ്മമായി മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ടാവുക? യജ്ഞം അഥവാ പ്രാർത്ഥന. ഇതാണ് ദ്വാപരയുഗത്തിലെ മുഖ്യധർമ്മം. ധർമ്മം, നീതി, ന്യായം എന്നിവയിൽ നിന്നും മാറിയിട്ട് 2 യുഗങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതായത് കൃതയുഗത്തിൻ്റെ കാലയളവായ 17,28,000 വർഷവും ത്രേതായുഗത്തിൻ്റെ 12,96,000 വർഷവും കൂട്ടിയാൽ 30,24,000 വർഷങ്ങളാണ് കിട്ടുക. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ദ്വാപരയുഗത്തിലെത്തുമ്പോൾ ധർമ്മം, നീതി, ന്യായം എന്നിവ കൃതയുഗത്തിൽ നിന്ന് കൈമോശം വന്നിട്ട് 30,24,000 മനുഷ്യവർഷങ്ങളായി എന്നാണ്. മഹാഭാരത യുദ്ധം ദ്വാപരയുഗത്തിൽ നടക്കാനിടയായതും ഇതുതന്നെയാവാം കാരണം. കളവും ചതിയും ശീലിച്ച കേമന്മാരുടെ കാലം. ചതിച്ചും കൊന്നും ധനലാഭം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കാലം. അങ്ങനെയുള്ള ദ്വാപരയുഗത്തിൽ യജ്ഞം അഥവാ പ്രാർത്ഥന എന്നാണ് മുഖ്യധർമ്മമായി മനുസ്മൃതിയിൽ അനുഷ്ഠിക്കാൻ പറഞ്ഞിരിക്കുന്നത്. വരാൻ പോകുന്നത് കലിയുഗമാണെന്നും കലിയുഗത്തിൻ്റെ തീവ്രത കുറയാൻ വേണ്ടി പ്രാർത്ഥനയിൽ മുഴുകുവാനുമാണ് മനുസ്മൃതി ഈ യുഗത്തിനോട് പറയുന്നത്. ശതായുർവൈ പുരുഷ എന്ന ശ്രുതിവാക്യം കലിയുഗത്തിൽ മനുഷ്യായുസ് 100 വർഷം മാത്രമാണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. അധർമ്മത്താൽ കളങ്കിതമായ മനുഷ്യരെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ വേദവാക്യം. കൃതയുഗത്തിൽ തപസ്സാണ് മുഖ്യധർമ്മമെങ്കിൽ ത്രേതായുഗത്തിൽ അത് ജ്ഞാനമാണ്. ചതുർയുഗത്തിലെ 4ാമത്തേതും അവസാനത്തേതും ഞാനും നിങ്ങളും ഭാഗമായ കലിയുഗമാണ് അവസാനത്തെ യുഗം. മഹാവിഷ്ണുവിൻ്റെ 10ാമത്തെ അവതാരമായ കൽക്കി അവതരിക്കുന്നതും ഈ യുഗത്തിലാണ്. 4,32,000 മനുഷ്യവർഷങ്ങൾ അഥവാ 1,200 ദേവവർഷങ്ങളാണ് കലിയുഗത്തിൻ്റെ കാലയളവ്. ചതുർയുഗത്തിലെ അവസാനത്തെ യുഗമായ ഈ യുഗത്തെ ഹൈന്ദവ പുരാണങ്ങൾ പുരുഷായുസ്സിലെ രോഗാവസ്ഥയോടാണ് ഉപമിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷമാണ് കലിയുഗം ആരംഭിച്ചത് എന്ന് മഹാഭാരതത്തിൽ മുസലപർവ്വത്തിൽ പറയുന്നുണ്ട്. ലോകത്താകമാനം അധർമ്മം നടനമാടും. സത്യത്തിന് വിലയുണ്ടാവില്ല. സ്ത്രീകൾ പുരുഷന്മാരെക്കാളും പ്രബലകളാകും. മനുഷ്യൻ്റെ ധർമ്മബോധം കുറയും. പണത്തിന് മാത്രമാകും പ്രസക്തി. പണത്തിനു വേണ്ടി മനുഷ്യൻ എന്ത് ക്രൂരതയും ചെയ്യും. പട്ടിണിയും അപകടങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും കലിയുഗത്തിൽ കൂടുതലായിരിക്കും. തപസ്സും ജ്ഞാനവും യജ്ഞവും കൊണ്ട് ഇനി പ്രയോജനമില്ല. മനുഷ്യൻ ധർമ്മപാതയിൽ നിന്നും വളരെ അകന്നു പോയതിനാൽ നിന്റെ കയ്യിലുള്ളത് നീ ദാനം ചെയ്യാൻ മനുസ്മൃതി നിർദ്ദേശിക്കുന്നു. യുഗം മാറുന്നതിനനുസരിച്ച് ധർമ്മത്തിന് ക്ഷയം സംഭവിക്കുന്നതിലൂടെ അനുഷ്ഠാനങ്ങളും മാറുന്നു. അതിനാൽ അനേകം ആചാര്യന്മാരും ധർമ്മശാസ്ത്രങ്ങളും ഉണ്ടാവുന്നു. ഓരോ യുഗത്തിലും അതാത് പ്രമുഖ ധർമ്മത്തിന് മാത്രമേ ഫലപ്രാപ്തി കിട്ടുകയുള്ളൂ എന്നതുകൊണ്ടാണ് കലിയുഗത്തിൽ മറ്റ് ധർമ്മങ്ങൾക്ക് സ്ഥാനമില്ല എന്ന അർത്ഥത്തിൽ ദാനമേകം എന്ന് പറഞ്ഞതും. ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ കലിയുഗത്തിൽ ഈ വാക്യം ഒന്ന് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. ദാനമേകം അഥവാ
ദാനം ഒന്നു മാത്രം. കൃതയുഗത്തിൽ നിന്നും ഓരോ യുഗമാറ്റത്തിലും മനുഷ്യരിൽ ജ്ഞാനം കുറഞ്ഞു വരുന്നു. കലിയുഗത്തിലെത്തുമ്പോൾ ജ്ഞാനരഹിതർ മാത്രമുള്ള യുഗമായിത്തീരുന്നു. അജ്ഞാനം മൂലം ചെയ്തു പോരുന്ന പലതും കലിയുഗത്തെ പേരുപോലെ കലി ബാധിച്ചതിന് സമമാക്കുന്നു. സർവനാശത്തിനടുത്തു നിൽക്കുമ്പോഴും ധനമോഹത്തിൽ ജീവിക്കാൻ മറന്നുപോകുന്ന ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ കലിയുഗത്തിലെ മനുഷ്യരോട് ഒന്നേ മനുസ്മൃതിക്ക് പറയാനുള്ളൂ. പ്രാർത്ഥനയല്ല, കലിയുഗത്തിലെ മുഖ്യധർമ്മം ദാനമാണ്. ഒരർത്ഥത്തിൽ മതം വിഭജിച്ചിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന തന്നെയല്ലേ മനുഷ്യരാശിയെ നശിപ്പിക്കുന്നത്? ഒന്നാലോചിച്ചാൽ യുദ്ധങ്ങൾ ഉടലെടുക്കുന്നതിൽ മതപ്രാർത്ഥനയ്ക്ക് നല്ലൊരു പങ്കുള്ളതായി ശിവോഹത്തിന് തോന്നിയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.